കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യ പരീക്ഷിച്ച അഗ്നി 5 മിസൈലിന്റെ പരിധി 5500 കിലോമീറ്റർ ആയിരുന്നു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ഗണത്തിൽ വരുന്നതാണ് അഗ്നി 5 മിസൈൽ. അഗ്നി 1 മുതൽ അഗ്നി 4 വരെയുള്ള മിസൈലുകൾ നിലവിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. പാകിസ്ഥാനേക്കാൾ ചൈനയുടെ പ്രതിരോധ വെല്ലുവിളികൾക്കുള്ള മറുപടിയാണ് ആണവായുധ വാഹകശേഷിയുള്ള അഗ്നി 5നെ കണക്കാക്കുന്നത്. ഒരിക്കൽ തൊടുത്താൽ പിടിച്ചു നിർത്താനാകാത്ത അഗ്നി മിസൈലുകൾ വെടിയുണ്ടേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുക. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണിത്. 20 മീറ്റർ ദൈർഘ്യമുള്ള മിസൈലിന് 17 ടൺ ഭാരമുണ്ട്. ഇന്ത്യയുടെ അഗ്നിക്ക് മറുപടി എന്നോണം പാകിസ്ഥാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് 1300 കിലോമീറ്റർ പരിധിയുള്ള ഖൗരി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. ഇന്ത്യയുടെ അഗ്നിക്ക് മറുപടി എന്നോളം പാകിസ്ഥാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് 1300 കിലോമീറ്റർ പരിധിയുള്ള ഖൗരി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. ഇന്ത്യയുടെ അഗ്നി ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മറുപടി 1990കൾ മുതൽ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഖൗരി ബാലിസ്റ്റിക് മിസൈൽ. 1990കൾ മുതൽ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഖൗരി ബാലിസ്റ്റിക് മിസൈൽ. 1980കൾ മുതൽ തന്നെ ഉത്തര കൊറിയയുടെ സഹായത്തിൽ പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ അഗ്നി മിസൈൽ പരീക്ഷണം നടത്തി 1.5 പതിറ്റാണ്ടിന് ശേഷം 1998ലാണ് പാകിസ്ഥാൻ ഖൗരി മിസൈൽ പരീക്ഷിച്ചത്. പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പാക് സൈന്യം അവകാശപ്പെടുമ്പോഴും ലക്ഷ്യം തകർക്കാൻ ഖൗരിക്ക് കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2010-15 കാലയളവിൽ നിരവധി മിസൈലുകൾ പരീക്ഷിച്ചു. ഇതിൽ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ ഖൗരി 1 ഉത്തര കൊറിയയുടെ റൊഡോങ് 1ന്റെ പകർപ്പാണെന്ന ആരോപണവും നേരിടേണ്ടി വന്നു. പാക് സൈന്യത്തിന്റെ അവകാശവാദം അനുസരിച്ച് 700 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ആണവായുധ മിസൈലാണ് ഖൗരി 1. ഇതിന്റെ മറുപടിയായാണ് ഇന്ത്യ അഗ്നി 3 മിസൈൽ പരീക്ഷിച്ചത്. 3500 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ വരെ പരിധിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണിത്. 2018 ഏപ്രിലിൽ പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച 700 കിലോമീറ്റർ പരിധിയുള്ള ബാബർ ക്രൂസ് മിസൈൽ പരീക്ഷിച്ചു. GPS സംവിധാനം ഘടിപ്പിച്ചിട്ടില്ലെങ്കിലും ബാബർ മിസൈൽ അതീവ കൃത്യമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഈ മിസൈൽ ലക്ഷ്യം ഭേദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പാക് സൈന്യത്തിന്റെ വാർത്താ വിഭാഗം പുറത്തുവിടുകയും ചെയ്തു. ഗാസ്നവി, അബ്ദാലി, ഖൗരി, ഷഹീൻ, ബാബർ ക്രൂസ് മിസൈൽ, ടാങ്വോദ, ഷിക്കൻ തുടങ്ങി നിരവധി മിസൈലുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാൻ പരീക്ഷിച്ചിരുന്നു. കരസേനയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന 60 കിലോമീറ്റർ പരിധിയുള്ള നാസർ ടാങ്ക് വേദം മിസൈലും ചൈനീസ് സഹായത്തിൽ നിർമ്മിച്ച LY-8 കരവായു മിസൈലും പാകിസ്ഥാൻ 2017ൽ പരീക്ഷിച്ചിരുന്നു. എങ്കിലും പാകിസ്ഥാന് ഇതുവരെ അഗ്നിയുടെ ശേഷിയിലുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO അഗ്നി 6ന്റെ പണിപ്പുരയിലാണ്. 8000 കിലോമീറ്ററിലേറെ ഈ അഗ്നി മിസൈലിന്റെ പരിധി. 10 ആണവായുധ വരെ വഹിക്കാൻ ഈ മിസൈലിനാകും. കരയിൽ നിന്ന് അന്തർവാഹിനികളിൽ നിന്ന് ഇവയെ പ്രയോഗിക്കാനാകും. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ രഹസ്യമായി അഗ്നി 6 പരീക്ഷിച്ചെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.